അങ്ങനെ ദേ നമ്മുടെ വീട് പണിയുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾക്ക് ഷോർട്ടേജ് വന്നപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ ഇന്ന്. പണിക്കാരൻ ചേട്ടന്മാരൊക്കെ പോയി നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മഴയും ഉണ്ടായിരുന്നു. കടയാണെങ്കിൽ ക്ലോസ് ചെയ്യാറോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ വന്ന് നമുക്ക് വേണ്ട സാധനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഗോഡൗണിൽ നിന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദേ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഞാനും സുതപ്പനും കൂടി നമ്മുടേതായ ചെറിയ വീഡിയോയും ഫോട്ടോസൊക്കെ എവിടെ ചെന്നാലും എടുക്കണമല്ലോ നമുക്ക്. അപ്പോൾ ദേ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഈ ക്യാപ്പ് വെച്ചേക്കുന്ന ആ പയ്യനുണ്ടല്ലോ, ആ പയ്യനാണ് നമ്മുടെ വീട് പണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് എടുത്തൊക്കെ തന്നത് കേട്ടോ. എല്ലാവരും നമുക്ക് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്ന് നല്ല രീതിയിൽ നമുക്ക് എടുത്തൊക്കെ സെറ്റാക്കി തന്നിട്ടാ. നമ്മൾ മേടിച്ചേക്കണ സാധനം മഴ നനയാൻ പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വഴിയിൽ നല്ല അസല് മഴയുണ്ടായിരുന്നു കേട്ടോ. ആ മഴയത്ത് കയറി നിന്ന കടയിലാണെങ്കിൽ നല്ല നൊസ്റ്റു മിഠായികളുണ്ടായിരുന്നു കേട്ടോ. പുളിജാം, പുളിമിഠായി, മാങ്ങ മിഠായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മിഠായികളുണ്ടായിരുന്നു. നമ്മൾ മേടിച്ച സാധനത്തിന് ദേ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു മൈക്കയാണ് കേട്ടോ. ആ മൈക്ക സാധനം നമ്മൾ റെയിൻകോട്ട് കൊണ്ടുവന്നത് അതിനെ പുതപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുതപ്പം പറയുന്നുണ്ട് അമ്മയുടെ മൂത്ത മോനാണോ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ സേഫായിട്ട് അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയിൽ പണി കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. മീൻകറി വെക്കണമായിരുന്നു, പിന്നെ നാളത്തേക്കുള്ള ഇഡ്ഡലി മാവ് റെഡിയാക്കിയൊക്കെ വെക്കണമായിരുന്നു. അങ്ങനെ ദേ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് രാത്രി കഴിക്കാനായിട്ട് ഇടിയപ്പം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.